നമ്മൾ ഈ വീഡിയോയിലൂടെ സാംസങ് M01 കോർ എന്ന് പറയുന്ന ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു എൻട്രി ലെവൽ ഫോണാണ്, ഒരു ബേസ് ഫോൺ തന്നെയാണ്. ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ബേസ് ഫോണാണ്. ഇത് വലിയ ഗെയിമിംഗ് ഫോണൊന്നുമല്ല, നമുക്ക് ബേസിക് ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണാണ്. ആൻഡ്രോയിഡ് 10 ആണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 5.3 ഇഞ്ച് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. മീഡിയാടെക്കിന്റെ പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു ക്വാഡ് കോർ പ്രോസസ്സറാണ്. നമുക്കിതിൻ്റെ റാമിനെ പറ്റിയും ഇന്റർണൽ സ്റ്റോറേജിനെ പറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 വേരിയൻ്റ് ഉണ്ട്. 1 GB റാമും 16 GB സ്റ്റോറേജ് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2 GB റാമും 32 GB സ്റ്റോറേജ് ഉള്ള മറ്റൊരു ഓപ്ഷനും ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറയെ പറ്റി നോക്കാം. ബാക്കിലും ഫ്രണ്ടിലും ഓരോ ക്യാമറ വെച്ചിട്ടേ ഉള്ളൂ. ബാക്കിൽ ഒരു 8 MP ക്യാമറയും ഫ്രണ്ടിൽ ഒരു 5 MP ക്യാമറയുമാണ് വരുന്നത്. ഇത് 4G വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. ഈ ഫോണിൻ്റെ ബാറ്ററി 3000 mAh ആണ്. നമുക്ക് ഈ ഫോണിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഫോണിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് പ്രോസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 10 ആണ്. ഗോ എഡിഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. 5.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്, നമുക്ക് ഇതിൻ്റെ ഗുണമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയാൻ സാധിക്കും. നമ്മൾ മുടക്കുന്ന പണത്തിന് അത്യാവശ്യം വാല്യൂ കിട്ടുന്നുണ്ട്. അതിൻ്റെ വില അതിൻ്റെ തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 3000 mAh ബാറ്ററി വന്നിട്ടുണ്ട്. 3000 mAh എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടുതലില്ല, പക്ഷേ ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 3000 mAh അത്യാവശ്യം അതിനുണ്ട്. 4G വോൾട്ട് കണക്ടിവിറ്റി നൽകുന്നു എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ഫോണിൽ നമുക്ക് ഫുൾ HD വീഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ ഈ ഫോണിനുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അതായത് ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതായത് കൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും ലാഗ് ഉണ്ടാകാറുണ്ട്. അതുമാത്രമല്ല ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്നതായിട്ടും ആളുകൾ പറയുന്നുണ്ട്. ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു ബേസിക് ഫോൺ എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ M01 കോർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ്ങിന് പറ്റിയൊരു ഫോണല്ല. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ദോഷം തന്നെയാണ്. പിന്നെ നമുക്ക് ക്യാമറ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ക്യാമറ എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. ഒരു ഹൈ ക്വാളിറ്റി ക്യാമറ ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരു ശരാശരി എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്ക് ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഇന്റേണൽ സ്റ്റോറേജിൻ്റെ ഒരു വലിയ ഭാഗം പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയും സിസ്റ്റം സോഫ്റ്റ്വെയറിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദോഷം തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന ഇന്റേണൽ മെമ്മറി പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അത് ഓൾറെഡി യൂസ്ഡ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറയുന്ന പോലെ സാംസങ്ങിൻ്റെ M01 കോർ എന്ന് പറയുന്നത് ഒരു ബേസിക് ഉപയോഗങ്ങൾക്ക് പറ്റിയൊരു ഫോൺ തന്നെയാണ്, അല്ലാതെ നമുക്കൊരു ഹെവി യൂസിന് പറ്റിയ ഫോണല്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.